കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. സജു തുടരുക. ശ്രീ ടി എൻ പ്രതാപൻ, എന്തുകൊണ്ട് MSC കമ്പനിക്കെതിരെ സർക്കാർ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കേസിന് പോകുന്നില്ല എന്ന ചോദ്യം കോൺഗ്രസും പ്രതിപക്ഷവും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ MSC കമ്പനി ഉടമസ്ഥരുമായി അദാനിക്ക് കാര്യമായ വ്യാപാര പങ്കാളിത്തമുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ കേസിന് പോകാത്തതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന നിങ്ങളുടെ സംശയത്തിന് അത് കൂടുതൽ ആക്കം പകരുന്നുണ്ടോ, ബലം പകരുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ ഈ കാര്യത്തിൽ കേരള ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി കൊടുത്ത ആളാണ്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ആ കേസ് വന്നു. ഇന്നും ഒരു പക്ഷേ ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ആ കേസ് അഡ്വാൻസ് ചെയ്യാൻ ഇടയുണ്ട്. 19-ാം തീയതി ആയിരുന്നു ആ കേസ് വെച്ചിരുന്നത്. ഇന്നിപ്പോ അഡ്വാൻസ് ചെയ്യാൻ ഇടയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവുമായി അല്പം നിമിഷം സംസാരിച്ചിരുന്നു. ഒരു പക്ഷേ ഇന്ന് എടുക്കും. ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ട്, ചെറിയ ദുരൂഹതയല്ല. ഒന്ന്, ഈ കമ്പനിക്കെതിരെ കേസ് എടുത്തില്ല. ഈ കപ്പൽ അദാനിയുടെ ചങ്ങാത്ത കമ്പനിയാണ്, കൂട്ട് കമ്പനിയാണ്. ഈ അദാനിയുടെ 2 മുദ്ര പോർട്ട് ഉൾപ്പെടെ 2 പോർട്ടിലും അദാനിയുമായി ഈ കപ്പൽ കമ്പനിക്ക് ഷെയറുണ്ട്. അപ്പൊ ഈ കപ്പൽ കമ്പനിക്ക് കേസ് എടുത്താൽ കോടിക്കണക്കിന്, മുൻപുള്ള അനുഭവം ചെന്നൈ തമിഴ്നാട്ടിലുണ്ടായ ഒരു ഇതേപോലെയുള്ളൊരു കപ്പൽ ദുരന്തത്തിൽ തമിഴ്നാട് ഗവൺമെന്റ് കേസ് എടുക്കുക മാത്രമല്ല, തമിഴ്നാട് ഗവൺമെന്റ് പിന്നെ ചെന്നൈ ഹൈക്കോടതിയിൽ ഈ ഗവൺമെന്റ് കേസ് കൊടുത്തു. അതിനടിസ്ഥാനത്തിൽ 100 കോടി രൂപയാണ് അന്ന് ആ കപ്പൽ കമ്പനിയുടെ കയ്യിൽ നിന്നും ഫൈൻ ഈടാക്കിയത്. ഇതുപോലെ നിരവധി ഇൻസിഡന്റ് ഇന്ത്യയിലുണ്ട്, ലോകത്തുണ്ട്. അപ്പൊ ഈ കമ്പനിക്കെതിരെ കേസ് എടുത്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഞെട്ടിച്ച കാര്യം, മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് സെക്രട്ടറിയും കേരള ചീഫ് സെക്രട്ടറിയും കൂടി ഒരുമിച്ചിരുന്ന് അവര് കേസ് എടുക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പൊ എത്രമാത്രമേ ഈ അദാനിക്ക് വേണ്ടി കേരള ഗവൺമെന്റ് മുഖ്യമന്ത്രിയും നടത്തുന്ന വിടുപണി എത്രമാത്രം എത്തിയെന്ന് നോക്കുക, എന്തൊരാപത്താണെന്ന് നോക്കുക. ഇതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഹൈക്കോടതി കൂടെ ചോദ്യം ചെയ്തിട്ടുണ്ട് പരസ്യമായി. ഇന്നിപ്പോ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഒത്തുകളിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ശ്രീ പ്രതാപൻ, ഈ ദുരൂഹത ആരോപണത്തിനപ്പുറത്തേക്ക് വിഴിഞ്ഞത്തിന്റെ ഭാവി മുൻകൂട്ടി കണ്ടുള്ള ഒരു പോസിറ്റീവ് നീക്കമായി ഇതിനെടുത്തുകൂടെ? നമുക്ക് ഈ നഷ്ടപരിഹാരമൊക്കെ നെഗോഷിയേഷൻ വഴി ഈ കമ്പനിയിൽ നേടിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്നാണ് സർക്കാരിന്റെ ഒരു ചോദ്യം. നെഗോഷിയേഷൻ വഴി കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം നേടിയെടുക്കുമ്പോൾ സ്വാഭാവികമായും കമ്പനി പറയുന്നത് കമ്പനിക്ക് മുട്ടുമടക്കും. മറിച്ച് നിയമപരമായി ഒരു അന്താരാഷ്ട്ര നിയമമുണ്ട്. ആ നിയമപരമായി ഇട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയ നഷ്ടമല്ല, ചെറിയ നഷ്ടം. ഇപ്പൊ ഈ നഷ്ടം എന്ന് പറയുന്നത് അടുത്തൊന്നും 1 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് തീർക്കാവുന്ന നഷ്ടമല്ല ഉണ്ടായിരിക്കുന്നത്, ഭീമമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഈ കടലിലെ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നു, തൊഴിലിനെ ബാധിക്കുന്നു, തീരത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ബാധിക്കുന്നു. ഇതിനെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ നഷ്ടം നേരത്തെ ചെന്നൈയിൽ ഉണ്ടായതിനേക്കാൾ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഈ നെഗോഷിയേഷൻ നടത്താൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് കള്ളക്കളി, അത് തന്നെയാണ് തട്ടിപ്പ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. നിയമപരമായി ഒരു ഭാഗത്തു കൂടെ നോക്കും, രാഷ്ട്രീയമായി നോക്കും. മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഈ കാര്യത്തിൽ പൂർണ്ണമായും കള്ളക്കളി കളിക്കുന്നു. കപ്പൽ കമ്പനിയെയും സഹായിക്കാൻ അദാനിയുടെ നിർദ്ദേശപ്രകാരം കപ്പൽ കമ്പനിയെ സഹായിക്കുകയാണ്, കപ്പൽ കമ്പനി സഹായിക്കുകയാണ്. ശരി, നന്ദി ശ്രീ പ്രതാപൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ